ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഡ് ട്രീ, സ്റ്റേറ്റ് ഡയഗ്രാം കോഡ് ട്രീ ആയിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇനി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഇതിലോട്ട് വരാനുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റേറ്റ് ടേബിളും സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളും സ്റ്റേറ്റ് ഡയഗ്രാമും അതിൽ നിന്ന് കോഡ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പൊ ഇനി ഈ കോഡ് ട്രീ പോലെ വേറെ ഒരു സാധനം, അതായത് ഈ കോഡ് ട്രീ വരെയുള്ള സ്റ്റെപ്സ് സെയിം ആണ്. അതായത് നമുക്കൊരു സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ടേബിൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. സ്റ്റേറ്റ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രാം കിട്ടിയാൽ അതിൽ നിന്നാണ് നമ്മൾ കോഡ് ട്രീ വരച്ചത്. ഇവിടെ കോഡ് ട്രീക്ക് പകരം കുറച്ചുകൂടെ എന്താണ് വേറൊരു മെത്തേഡ്, നമുക്ക് ആ രീതിയിൽ പറയാം. വേറൊരു മെത്തേഡ്, കോഡ് ട്രീക്ക് പകരം നമ്മൾ വരയ്ക്കുന്ന വേറൊരു മെത്തേഡാണ് ട്രെല്ലിസ് കോഡിംഗ് എന്ന് പറയുന്നത്. ട്രെല്ലിസ് കോഡിംഗ് കോഡ് ട്രീ പോലെ തന്നെ വരയ്ക്കുന്ന ഒരു സാധനമാണ്. കോഡ് ട്രീ പോലെ അല്ല, കോഡ് ട്രീ പോലെ നമുക്ക് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് സാധനം. അതായത് ട്രീയുടെ എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ ഒക്കെ കുറെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഒന്നും കുറച്ചുകൂടെ എന്താണ് ഒരു രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. സെയിം ലോജിക്കാണ്, പക്ഷെ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ഫോമിലോട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു ട്രീ നമുക്ക് വേറൊരു ഫോമിലോട്ട് വരയ്ക്കുന്നു. അതിനെയാണ് ട്രെല്ലിസ് ഡയഗ്രാം എന്ന് പറയുന്നത്. കോഡ് ട്രീ വരച്ചതുപോലെ തന്നെയാണ് കോഡ് ട്രീ വരച്ച അതേ ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലോജിക്കിനൊന്നും മാറ്റമില്ല, പക്ഷെ ഫോം ഒന്ന് മാറുന്നു. ലോജിക്കിന് മാറ്റമൊന്നുമില്ല, പക്ഷെ ആ ഫോം ഒന്ന് മാറുന്നു. നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ടേബിൾ വെച്ചിട്ട് നമ്മൾ 0 വരികയാണെങ്കിൽ മേലോട്ടും 1 വരികയാണെങ്കിൽ താഴോട്ടും ഒക്കെ വെച്ച് വരച്ചു അല്ലെ. അങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഫിഗറാണ് ഈ കിടക്കുന്നത്. ഈ സെയിം സാധനം തന്നെ നമ്മളൊരു വേറൊരു ഫോമിലോട്ട് വരയ്ക്കുന്നു. ലോജിക്ക് സെയിം ആണ്, പക്ഷെ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് വേറൊരു കൺവല്യൂഷൻ എൻകോഡർ ആണ്. സെയിം തന്നെയാണ് 2,1,2 സെയിം കൺവല്യൂഷൻ എൻകോഡർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ സ്റ്റേറ്റ് ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സെയിം കൺവല്യൂഷൻ എൻകോഡറിന് തന്നെ പല രീതിയിൽ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. അത് നമ്മളെ മൈൻഡിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യത്തെ 0,0,0,0,0 എന്ന് പറഞ്ഞ് കൊടുത്തു. അത് 0 വരുമ്പോൾ വീണ്ടും 0,0 തന്നെ വരും. S0 വന്നു. അപ്പൊ എങ്ങനെയാന്നൊക്കെ ഉള്ളത് പ്രീവിയസ് ക്ലാസ് നോക്കുക, സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ഒക്കെ നോക്കുക. അത് കഴിഞ്ഞ് 1 വന്നപ്പോൾ S1 എന്നുള്ളത് ഈ ഡിസൈൻ ചെയ്യുന്ന ആള് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ S1 തന്നെ എഴുതണമെന്നില്ല. ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യാണ്. S0 0 0യും S1 0 1 ആണ്. S2 ആണ് 1 0 എങ്കിൽ ഇവിടെ ഞാൻ എഴുതുമ്പോൾ S0ക്ക് വരാം, അല്ല S1ന് വരാം S2 ആയിരിക്കും എഴുതുന്നത്. അത് നമ്മുടെ ഡിപ്പെൻഡ്, അതിനനുസരിച്ചിട്ട് മാറും. അപ്പൊ സെയിം കൺവല്യൂഷൻ എൻകോഡറിന് സ്റ്റേറ്റിന്റെ പേര് മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. അതായത് S0യിൽ നിന്ന് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, S0യിൽ നിന്ന് 0 വന്നാൽ S0യിലോട്ടും S0യിൽ നിന്ന് 1 വന്നാൽ S1ലോട്ടും പോകുന്നു. ഞാൻ ഇപ്പൊ ഈ S1ന്റെ വാല്യൂ 0 1ഉം S2ന്റെ വാല്യൂ 1 0 എടുത്തെങ്കിൽ എന്ത് സംഭവിക്കും? S0യിൽ നിന്ന് 0 വന്നാൽ S0ലോട്ട് പോവുകയും S0യിൽ നിന്ന് 1 വന്നാൽ S1 അല്ല, പകരം ഞാൻ എടുത്തിരിക്കുന്ന വെച്ചാണെങ്കിൽ ഏതിലോട്ടാണ് പോകേണ്ടത്? S2ലോട്ടാണ് പോകേണ്ടത്. കാരണം 1 0 എന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന S2 എന്നായിരിക്കും. അപ്പൊ ആ ഒരു വേരിയേഷൻ ഒരേ ക്വസ്റ്റ്യന് തന്നെ പല ടെക്സ്റ്റ് ബുക്കിലായാലും പലരും ചെയ്യുമ്പോഴായാലും ആ ഒരു മാറ്റം ഉണ്ടാവും. അത് തെറ്റൊന്നുമല്ല, നമ്മൾ എടുക്കുന്ന അനുസരിച്ച് പോകും. ഞാൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, പക്ഷെ എടുക്കുന്ന എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അതായത് സ്റ്റേറ്റിന് തോന്നുന്ന പേര് കൊടുക്കാം, പക്ഷെ ഒരു മാറ്റമില്ല. ഒരു കാര്യം ഓർക്കുക, S0യിൽ നിന്ന് 0 വന്നാൽ 00 വരികയും S0യിൽ നിന്ന് 1 വന്നാൽ 10 വരികയും ചെയ്യും. അതിന് മാറ്റമില്ല. പക്ഷെ 00ക്ക് ഞാൻ S0 കൊടുത്ത് 10ക്ക് ഞാൻ S1 കൊടുക്കാം, S2 കൊടുക്കാം, S3 കൊടുക്കാം. അവിടെ കൊടുക്കുന്ന സിമ്പല് മാത്രമേ മാറുന്നുള്ളൂ. പക്ഷെ ഈ ബൈനറി ഡിസ്ക്രിപ്ഷന് മാറ്റമൊന്നുമില്ല. അതെല്ലാത്തിനും സെയിം തന്നെയായിരിക്കും. ബൈനറി ഡിസ്ക്രിപ്ഷൻ ആയാലും ഔട്ട്പുട്ട് ആയാലും എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ അത് എന്താണ് ഡിനോട്ട് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ പേര് മാറും. അത് നമ്മളെ ഇഷ്ടത്തിനായിരിക്കും കൊടുക്കുന്നത്. S0 S1 ഇവിടെ കൊടുക്കാം, വേണമെങ്കിൽ S2 ആയിട്ട് കൊടുക്കാം, വേണമെങ്കിൽ S3 ആയിട്ട് കൊടുക്കാം. പക്ഷെ ആ കേസിൽ 10 ഡിസ്ക്രൈബ്സ് S2 എങ്കിൽ ഇവിടെ S2 ആയിട്ട് കൊടുക്കാം. 10 S1 ആണെങ്കിൽ ഇവിടെ S1 ആയിട്ട് തന്നെ കൊടുക്കാം.
ആ ഒരു കാര്യം എല്ലാവരെയും മനസ്സിലുണ്ടായിരിക്കുക. സ്റ്റേറ്റിന്റെ പേര് മാത്രം മാറും, ബാക്കി ബൈനറി ഡിസ്ക്രിപ്ഷൻ ആയാലും ഔട്ട്പുട്ട് ആയാലും എല്ലാം സെയിം ആയിരിക്കും, ഏത് രീതിയിൽ ചെയ്താലും ആര് ചെയ്താലും. ഓക്കെ, അപ്പോ കോഡ് ട്രീ നമ്മൾ വരച്ചു. ട്രെല്ലിസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഉള്ള ഒരു കാര്യം ഇത് നേരത്തെ ഇപ്പോ ഞാൻ ഒരു കോഡ് എടുത്തു. ചിലപ്പോൾ ഈ കോഡിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ S0 S1 ഒക്കെ മാറ്റം ഉണ്ടാവാം. ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. S0യുടെ ബൈനറിയെ ഇങ്ങനെയും S1നെ 10 ആയിട്ട് എടുത്തു, S2നെയാണ് ഞാൻ 01 ആയിട്ട് എടുത്തത്, S3യെ 11 ആയിട്ട് എടുത്തു. ഇതൊക്കെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന്റെ ആ ഫിഗറിൽ നിന്ന് എങ്ങനെയാണ് ഈ ബൈനറി നെക്സ്റ്റ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതെന്നും എങ്ങനെയാണ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതെന്നും ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ വരച്ച ലാസ്റ്റിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു 2,1,2 എൻകോഡർ ആണ്, കൺവല്യൂഷൻ എൻകോഡർ ആണ്. NKM ആണ്. അതൊന്നും കൂടെ റിവൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ആണ് ആദ്യത്തെ 2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഇൻപുട്ട് ബിറ്റ് അറ്റ് എ ടൈം എത്ര എൻട്രി ചെയ്യുന്നുള്ളതാണ്, അത് 1 ആണ്. അവസാനത്തെ 2 എന്ന് വെച്ചാൽ എന്താണ്, M സ്മോൾ m എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് വെച്ചിട്ട് വരച്ചു. ഇതിനൊക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചിട്ട് അടുത്ത വരയ്ക്കാനുള്ള നിർബന്ധമില്ല. കാര്യം നമുക്ക് ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളിൽ നിന്നും കൺസ്ട്രക്ട് ചെയ്യാവുന്ന സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രാം എന്ന് വെച്ചാൽ ഡയഗ്രാമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ കാര്യം റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. വീണ്ടും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് റിവിഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ S0യിൽ നിന്ന് 0 വന്നാൽ S0ലോട്ട്, അതാണ് S0യിൽ നിന്ന് ആദ്യം കാണിച്ചിരിക്കുന്ന 0 എന്ന് വെച്ചാൽ 0 വന്നാൽ ഔട്ട്പുട്ട് 00യും ഈ റൗണ്ട് തിരിഞ്ഞ് അതിലോട്ട് വരുന്നതിന്റെ അർത്ഥം വെച്ചാൽ S0ലോട്ട് തന്നെയാണ് പോകുന്നത്. ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ സാധനം. S0യിൽ നിന്ന് 0 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് S0. അതേപോലെ S0യിൽ നിന്ന് 1 വന്നാൽ S1ലോട്ട് പോകും, ഔട്ട്പുട്ട് 11 ആണ്. അതെങ്ങനെയാണ് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? S0യിൽ നിന്ന് 1 വന്നാൽ ഔട്ട്പുട്ട് 11 ആണ്, എന്നിട്ട് S1ലോട്ടാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രെല്ലിസ് ഡയഗ്രാം ആകുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു കോഡ് ട്രീ. ദി ലോജിക് ഈസ് സെയിം, ബട്ട് we have made some modifications എന്ന് പറയാം അല്ലെ. ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 0 നേരത്തെ നമ്മളെ കോഡ് ട്രീയുടെ കേസിൽ 0 വന്നാൽ മേലോട്ട് വരയ്ക്കുക, 1 വന്നാൽ താഴോട്ട് വരയ്ക്കുക. അതിലെന്ത് ചേഞ്ച് ആണ് വരുത്തിയിരിക്കുന്നത് വെച്ചാൽ ഇവിടെ 0 വന്നാൽ സോളിഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോളിഡ് ലൈൻ എന്ന് വെച്ചാൽ ഒരു കട്ടിയായിട്ടുള്ള ഒരു വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 1 വന്നാൽ എന്ത് റെപ്രസെന്റ്, ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് ഇവിടെയുള്ള ലോജിക് എന്ന് പറയുന്നത്. 0 വന്നാൽ കട്ടി വര കൊണ്ടും 1 വന്നാൽ ഡോട്ടഡ് ലൈൻ കൊണ്ടും റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് കാര്യം. രണ്ടാമത്, ഓരോ സ്റ്റേറ്റിനെയും ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ട് വരച്ചു. ഫോർ എക്സാമ്പിൾ S0യുടെ ലെവൽ ഇവിടെയും S1 ആണെങ്കിൽ ഈ ലെവലിനും പറയാം S0യുടെ ലെവല്, S0 എന്ന് പറയുന്നത് ഈ ഡോട്ടുകൾ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യം എല്ലാ ഡോട്ടുകളൊന്നുമില്ല. അടുത്ത S1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, ഇവിടെ S0 S1 S2. ഓക്കെ, S0 S1 S2 S3 ആണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഇത് S2 ആണ്, ഇത് S2 ആണ്, ഇത് S3 ആണ്. ഓക്കെ, അത് ഞാൻ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. അപ്പോ S2ന്റെ ലെവൽ ഇതാണ്. ഇതാണ് S2ന്റെ ലെവൽ. അതേപോലെ S3യുടെ ലെവൽ ഏതാണ്? ഇതാണ് S3യുടെ പൊസിഷൻ എന്ന് പറയാം, പൊസിഷൻ. ഓക്കെ, ഇനി നമ്മള് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ തുടക്കം 0 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. തുടക്കം 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ലെവലാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഏതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? S0യിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാം 0യിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു പെണ്ണിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഒരുമിച്ച് കിടക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ ഞാൻ ആദ്യം S0യിൽ നിന്ന് ഫസ്റ്റ് ലെവലിലോട്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ലെവൽ. അപ്പൊ ആദ്യത്തെ ലെവൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വരെയാണ്. ഓരോ ലെവലിനും അപ്പൊ ആദ്യം പൊസിഷൻ ഓഫ് S0 S1 S2 S3 ഞാൻ വരച്ചു. ഹൈലൈറ്റർ വെച്ചിട്ട് ഈ യെല്ലോ ലൈൻ വെച്ചിട്ടാണ് വരച്ച. പൊസിഷൻ ഓഫ് S0 S1 S2 S3 ഞാൻ വരച്ചു കഴിഞ്ഞു ഹൈലൈറ്റർ വെച്ചിട്ട്. അടുത്ത ലെവല് വെച്ചിട്ട് ലെവലിനനുസരിച്ചിട്ട്
നമ്മൾ ഓരോ അപ്പൊ നമ്മൾ എക്സാമിനൊക്കെ വേണമെങ്കിൽ ഒരു പെൻസിലിട്ട് ഇങ്ങനെ വരച്ചോണം ലെവൽ അറിയിക്കാൻ വേണ്ടി. ഫസ്റ്റ് ലെവൽ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ അപ്പൊ ആ രീതിയിൽ ലെവൽ ലെവൽ 2, ലെവൽ 1, ലെവൽ 2 ആ രീതിയിൽ ഓരോ ലെവലിലോട്ട് പോകാം. അപ്പൊ ഞാൻ ആദ്യം എല്ലാം വരയ്ക്കുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം S0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി S0 രണ്ട് കണ്ടീഷൻസ്. അപ്പൊ S0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ അപ്പം വേറെ S1 S2 ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ രണ്ട് കണ്ടീഷൻ നമുക്കറിയാം. S0 0 ആയാൽ ഏതിലോട്ട് പോകുന്നു, S0 1 ആയാൽ ഏതിലോട്ട് പോകുന്നു. നമ്മൾ ആ ഡയഗ്രാം വെച്ച് നോക്കാം. S0 0 ആയാൽ S0 പോകുന്നു, ഔട്ട്പുട്ട് 0 0. S0 അതാ പറഞ്ഞത് നേരത്തെ അതേ ലോജിക്കാണ്. S0 നേരത്തെ ഇങ്ങനെയല്ലേ വരച്ചത്, നമ്മൾ കോഡ് ട്രെയിലും അതാണല്ലോ വരച്ചത്. S0 1 ആയാൽ S1 പോകുന്നു, ഔട്ട്പുട്ട് 1 1 ആണല്ലോ. ഈ ലോജിക്ക് എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. S0 0 ആയാൽ, 0 എന്ന് വെച്ചാൽ സോളിഡ് ലൈൻ, അത് മാത്രം ഓർക്കുക. 0 സോളിഡ് ലൈൻ, 1 dotted ലൈൻ. ഓക്കെ, അപ്പോ S0 നിന്ന് 0 ആയാൽ ഏതിലോട്ട് പോകും? നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രം നോക്കി. S0 നിന്ന് 0 ആയാൽ 0 പോകുന്നത്. അപ്പൊ നേരെ S0 നിന്ന് 0 ആയാൽ S0 പോകുന്നത്. അപ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് S0 ലെവലാണ് നമ്മൾ ഈ ആദ്യത്തെ ഈ വരാൻ പോയിരിക്കുന്നുണ്ടോ? ആദ്യത്തെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടല്ലോ, അതാണ് S0 വര. അപ്പൊ S0 നിന്ന് 0 ആയാൽ പൊസിഷൻ എന്ന് വെച്ചാൽ അതേ പൊസിഷൻ തന്നെയാണ്. കാര്യം S0 എത്തി, അതേപോലെ സോളിഡ് ലൈൻ ആയിരുന്നു. അതേപോലെ S0 നിന്ന് 1 ആയാൽ 1 ആവുമ്പോൾ ഡോട്ടഡ് ലൈൻ ആണ്. അപ്പൊ ഡോട്ടഡ് ലൈൻ വെച്ച് എന്ത് വരച്ചു? S1 ആണ്. അപ്പൊ S1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതല്ലേ ലെവല്. S1 ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെയുള്ള ലെവലിലെ ഇങ്ങോട്ടുള്ളതല്ലേ S1 ലെവൽ. അപ്പൊ ഞാൻ ആ S1 വരച്ചു. ഈ ഫസ്റ്റ് ലെവല് ഞാൻ വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാനാണ്. അപ്പൊ വരച്ച് കറക്റ്റ് നമ്മളതായി ഇവിടം വരെ എത്തി. അപ്പൊ ആദ്യത്തെ ജോലി കഴിഞ്ഞു. S0 രണ്ട് കണ്ടീഷനും വരച്ചു. എന്താണ്? 0 0 ആയാൽ ഉള്ളത് ഔട്ട്പുട്ട് മേലും വരച്ചു. S0 0 വന്നാൽ S0 പോവുകയും ഔട്ട്പുട്ട് 0 0 വരികയും, S0 1 വന്നാൽ ഡോട്ടഡ് ലൈൻ കൊണ്ട് വരയ്ക്കുകയും, ഔട്ട്പുട്ട് S0 1 വന്നാൽ ഡോട്ടഡ് ലൈൻ കൊണ്ട് വരയ്ക്കുകയും ഔട്ട്പുട്ട് 1 1 ആണെന്ന് വരയ്ക്കുകയും ചെയ്യും. ശരി, അപ്പോ നമുക്ക് കിട്ടിയ രണ്ട് പോയിന്റ്സ് ഇതാണ്. ഇതും നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ എഴുതാം. എഴുതി കൂടുതൽ കൺഫ്യൂഷൻ അല്ല, കുറെ ക്രൗഡഡ് ആക്കണ്ട. ഇത് നമുക്ക് കാണാൻ പറയാം. ഈ സാധനം എന്താണ്? ഇത് S0 ആണ് അല്ലെ. ഞാൻ വേണമെങ്കിൽ ആദ്യത്തെ അറിയിക്കാൻ വേണ്ടി ഇത് S0 തന്നെയാണ്. കാര്യം ആ ലെവൽ S0 ആണ്, ഈ ലെവൽ എല്ലാം S1 ആണ്. അപ്പൊ ഇതിനെ S1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. വേണമെങ്കിൽ എഴുതാം. കൂടുതൽ എഴുതി എല്ലാം കൂടെ ആയി ഒരു ഓവർ ക്രൗഡഡ് തോന്നണ്ട, അത്രേ ഉള്ളൂ. പിന്നെ എഴുതണമെന്നുള്ളവർക്ക് എഴുതാം, അല്ലെങ്കിൽ ലെവൽ നോക്കി കണ്ടുപിടിച്ചാലും മതി. ഇനി അടുത്ത നമ്മുടെ ഫസ്റ്റ് ലെവലായപ്പോ അവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? S0 വന്നിട്ടുണ്ട്, S1 വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെവലില് ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ലെവലിൽ എന്താണ്? ആദ്യം നമ്മൾ നോക്കി എന്താണ്? S0 ആണ് ഉള്ളത് ആണല്ലോ. S0 ഓക്കെ, അടുത്ത ലെവൽ അറിയാൻ വേണ്ടി S0 ഓക്കെ. S0 0 വന്നപ്പോ നേരത്തെ പോലെ തന്നെ S0 0 വന്നാൽ S0 വരച്ചു. എവിടെ കൊണ്ടാണ് നിർത്തേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ലെവൽ 2 അല്ലെ. ലെവൽ 2 വരെയാണ് ഈ വന്നിരിക്കുന്നത്. ആ വരെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് വരച്ചു. ഇനി S0 നിന്ന് 1 വന്നതാണ് പഴയതുപോലെ തന്നെ. S0 നിന്ന് 1 വന്ന ഏതിലാണ് വരയ്ക്കേണ്ടത്? S1 വരയ്ക്കേണ്ടത്. ഞാൻ S1 നിർത്തേണ്ടത് ഈ ലെവൽ 2 കേട്ടോ. അതിന്റെ നേരെയുള്ള ആ വരയ്ക്കേണ്ട ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ നമ്മൾ നീളത്തിലൊന്നും വരച്ച് പോകത്തില്ല. അപ്പൊ അവിടെ കൊണ്ട് നിർത്തി. ഇതിന്റെ S0 0 വരുമ്പോൾ S0 വരികയും ഔട്ട്പുട്ട് 0 0 വരച്ചു. S0 1 വന്നപ്പോൾ ഡോട്ടഡ് ലൈനും വരച്ചു. S1 പോകുന്നത്, അതുകൊണ്ടാണ് ഈ ലെവലിൽ നിർത്തിയത്. ഔട്ട്പുട്ട് 1 1 വരച്ചു. ശരി, അപ്പൊ ഈ ഫസ്റ്റ് ലെവലില് എന്തൊക്കെയുണ്ട്? S0 മാത്രമാണോ? അല്ല, 0th ലെവലിൽ S0 മാത്രമുള്ളതുകൊണ്ട് അതിന്റെ രണ്ട് കണ്ടീഷനും വരച്ചു. ഈ ഫസ്റ്റ് ലെവൽ ഞാൻ പറയുന്നത് ഈ സാധനമാണ്. ഫസ്റ്റ് ലെവലില്
S0 മാത്രമാണോ ഉള്ളത്? അല്ല. പിന്നെ എന്തുണ്ട്? S1 ഉണ്ട്. അടുത്ത ഏതുണ്ട്? S1 ഉണ്ട്. അപ്പൊ S1നും ഇതേപോലെ 2 ലെവൽ വേണ്ടേ? ഓക്കെ, അത് നമ്മൾ വീണ്ടും സ്റ്റേറ്റ് ഡയഗ്രം നോക്കുക. എസ് ഏതാണ്? 1ന്. S1ന് 0 വന്നാൽ S2 പോകും, ഔട്ട്പുട്ട് 1 0. 1 വന്നാൽ S3 പോകും, ഔട്ട്പുട്ട് 0. അത് വെച്ചിട്ട് നമ്മൾ ഡയഗ്രത്തിലോട്ട് വരയ്ക്കും. അപ്പൊ S1ല് 0 വന്നാൽ S2 പോകും. 0 എന്ന് പറയുമ്പോൾ സോളിഡ് ലൈനാണ്, ഇതാ ഇത് വരയ്ക്കും. വരച്ചു. രണ്ടാമത്തെ ലെവലിലാണ് നിർത്തേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ലെവലിൽ ഒന്ന് നിർത്തി. അടുത്ത ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 0 ആണ്, അത് വരച്ചു. ഇനി അടുത്ത S1ന് 1 വന്നാൽ S3 പോകും. S1ന് 1 വന്നാൽ S3 പോകും. ഇപ്പൊ S1ന് 1 വന്നാൽ ഏതാണ്? ഡോട്ടഡ് ലൈൻ ആണ്. പോവേണ്ടത് ഏതാണ്? S3 ആണ്. അപ്പൊ നമ്മൾ ഈ 2 വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലെവലും S1 വെച്ച് വരയ്ക്കുക. അപ്പൊ ഇത് വരച്ചു. ഓക്കെ, S3 വരച്ചു. അതിന്റെ ഔട്ട്പുട്ട് 0 1. അപ്പൊ അവിടത്തെ എല്ലാ S0 S1 ഉണ്ടായിരുന്നു, അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ ലെവൽ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലെവലിൽ വെച്ച് ഒരു വര വെച്ച് നമ്മൾ ലെവലാക്കി ഇടാം. അത് എപ്പോഴും അങ്ങനെ ചെയ്യണം. അത് നമുക്ക് ഏത് വര വേണം? മൂന്നാമത്തെ ലെവൽ ഗ്യാപ്പ് ഇട്ട ഒരു വര വരച്ച്. ഇവിടെ ഇപ്പൊ നോഡ് നോക്കി ഞാൻ വരയ്ക്കുന്നത്, പക്ഷെ ആക്ച്വലി വര വെച്ചിട്ടാണ് നോഡ് വരേണ്ടത് കേട്ടോ. ശരി, മൂന്നാമത്തെ ലെവലാണ്. ഇനി മൂന്നാമത്തെ ലെവലിൽ സെയിം ലോജിക്കാണ്. ആലോചിക്കേണ്ട സെക്കൻഡ് ലെവലിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. സെക്കൻഡ് ലെവലിൽ S0 വന്നിട്ടുണ്ട്. അതിന്റെ 2 കണ്ടീഷനും വരയ്ക്കുക. അതിന്റെ 2 കണ്ടീഷനും. അപ്പൊ ഞാൻ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വന്നില്ല, പെട്ടെന്ന് പോകാം. അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. അത് ഞാൻ വേറൊരു കളർ എടുക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ. അപ്പൊ രണ്ടാമത്തെ ലെവലിൽ ഏതൊക്കെ വന്നിട്ട് S0 വന്നിട്ടുണ്ട്, അത് വരച്ചു. അടുത്ത S1 വന്നിട്ടുണ്ട്, അത് ഡോട്ടഡ് ലൈൻ ആണ്. അത് പോവേണ്ടത് ഏതാണ്? S0ന്റെ 2 കണ്ടീഷൻ ആകുമ്പോൾ S1 പോയി ഔട്ട്പുട്ടുകൾ വരച്ചു. ഇനി പെട്ടെന്ന് പറയാമല്ലോ. ഇനി അടുത്ത ഏത് വന്നിട്ടുണ്ട്? S1 വന്നിട്ടുണ്ട് അല്ലെ. S1 നമ്മൾ ആ മീറ്റ് ചെയ്യുന്ന നല്ലൊരു വട്ടമുണ്ടല്ലോ കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. രണ്ടാമത് അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എവിടെ ഒന്ന് മാർക്ക് ചെയ്യാം, അഥവാ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വന്നിട്ടുള്ളത് മാത്രം കേട്ടോ. S1 വന്നിട്ടുണ്ട്, അടുത്ത ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് S2 വന്നിട്ടുണ്ട്, ഇവിടെ S3 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാത്തിന്റെയും കണ്ടീഷൻ വരും. അപ്പൊ ഇതേപോലെ S1ന്റെ 2 കണ്ടീഷൻ വരെയും S1ന്റേത് 1 0 വരച്ചു വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഡയഗ്രത്തിന്റെ മുകളിലോ താഴെയോ എന്നൊക്കെ ഉറപ്പിച്ച് വേണം ഇത് മാർക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ എക്സാമിന് നമ്മൾ ചെയ്തു വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മളിപ്പോ 1 1 ഇവിടെ വരച്ചെങ്കിൽ അടുത്ത 1 0 ഇവിടെ വരച്ചു. അങ്ങനെ ആ രീതി കറക്റ്റ് രീതിയിൽ പോകുക. അപ്പൊ S1ന്റെ കേസ് ഞാൻ വരയ്ക്കാണ്. നേരത്തെ വരച്ച പോലെ 0 വന്നപ്പോ സോളിഡ് ലൈൻ ഇത് വരച്ചു, ഇവിടെ കൊണ്ട് നിർത്തി. 1 വന്നപ്പോൾ S1ന് 1 വന്നാൽ S3 നേരത്തെ നമ്മൾ വരച്ചത് തന്നെയാണ്. ഇങ്ങനെ വന്നു S3 വരച്ചു. അപ്പൊ S1ന്റെ. ഇനി അടുത്ത S2ന്റെ കേസ് ഞാൻ തൽക്കാലം ടേബിൾ നോക്കുന്നില്ല, നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. S2ൽ എന്തായിരുന്നു? S2ല് 0 വന്നാൽ S2ല് 0 വന്നാൽ S0 പോകുന്നത്. അപ്പൊ S2ല് 0 വന്നാൽ S0 പോകുന്നത്. ഇതാണ് ആ സോളിഡ് ലൈൻ. ലോജിക്കാണ്. ആ ലോജിക്ക് വെച്ച് നിങ്ങൾ വരച്ചാൽ സിമ്പിൾ ആയിട്ട് വരും, ഒരു കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല. അപ്പൊ ആ കിട്ടുന്ന ഔട്ട്പുട്ട് 1 1 ആണ്. അപ്പൊ ആ രീതിയിൽ. അതേപോലെ S2ല് 1 വന്നാൽ S1 പോകുന്നത്, അത് ഡോട്ട് ലൈൻ കൊണ്ട്. അപ്പൊ അതും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ഇവിടെ S3 0 വന്നാൽ സോളിഡ് ലൈൻ ആണ്. S3ക്ക് 0 വന്നാൽ സോളിഡ് ലൈൻ ആണ്. സോളിഡ് ലൈൻ ആണ്. അത് എവിടെയാ പോകുന്നത് നോക്കുക. S3ക്ക് 0 വന്നാൽ S2 എങ്ങനെ കിട്ടിയെന്ന് സ്റ്റേറ്റ് ഡയഗ്രം നോക്കുക. S3ക്ക് 0 വന്നാൽ S2 പോകുന്നത് കേട്ടോ. S3ക്ക്
0 വന്നാൽ S2 പോകുന്നത്, S3ക്ക് 1 വന്നാൽ S3 പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതേ സാധനമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. S3ക്ക് 0 വന്നാൽ ഇങ്ങോട്ട് പോയി, S2 പോയി, ഔട്ട്പുട്ട് ഇവിടെ എഴുതി 0 എഴുതി. S3ക്ക് 1 വന്നാൽ ഡോട്ടഡ് ലൈൻ ആണ്, S3 തന്നെയാണ് പോകുന്നത്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. അതിന് 10 എന്ന് പറഞ്ഞിരിക്കും. സിമിലർലി ഓരോ, അപ്പൊ ഇപ്പൊ എല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി ഇതേപോലെ ഓരോ സ്റ്റേജിലും, അപ്പൊ ഇനിയുള്ള എല്ലാ സ്റ്റേജിലും 4 എണ്ണം കാണും. കാര്യം നമുക്കിപ്പോ 4 കിട്ടിക്കഴിഞ്ഞു. അത് വരച്ചു വരാകുമ്പോ സ്വാഭാവികമായിട്ട്, അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇനി ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാം. പക്ഷെ എങ്കിലും നമ്മൾ ആ നോഡ് വെച്ച് അങ്ങ് വരച്ച് പോയാൽ മതി. അപ്പൊ അടുത്ത നോഡായി, അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്ന് വരയ്ക്കുക. അപ്പൊ എത്ര ലെവൽ വരയ്ക്കണം എന്നുള്ളതാണ് ഇവിടെ ആകെ ഉള്ളൊരു കൺഫ്യൂഷൻ. ഇവിടെ വരയ്ക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ L + M + 1. ആക്ച്വലി L + M + 1 വരയ്ക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ L + M വരെ വരയ്ക്കുക എന്നാണ് വെച്ചത്. 1 to L + M, 1 to L + M. ചില ടെക്സ്റ്റിൽ 0 to L + M വരെയെന്നും L + M + 1 ലെവൽസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കത് നോക്കാം. അതിൽ നമ്മൾ നേരത്തെ എൻകോഡഡ് വേർഡിന്റെ കേസിൽ നമ്മൾ എന്താണ് N × L + M വരെ പഠിച്ചിട്ടുള്ളത്. N × L + M ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ L + M ഓർക്കുക. അപ്പൊ ഇവിടെ L + M വരെ വരയ്ക്കണമെന്ന് ആലോചിക്കുക. ലെവൽസ് അല്ല, L + M വരെ വരയ്ക്കണം. അതായത് ഫോർ എക്സാമ്പിൾ മെസ്സേജ് ബിറ്റിന്റെ എണ്ണം 5. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളെ ഇത് എൻകോഡ് ചെയ്ത് അയക്കുന്നതാണ്. ട്രെല്ലിസ് ഡയഗ്രാം ഫോർ എൻകോഡർ ആണ്. അപ്പൊ മെസ്സേജ് 101111 എന്നുള്ളൊരു മെസ്സേജ് എൻകോഡ് ചെയ്ത് അയക്കണമെങ്കിൽ ഇവിടെ എല്ലിന്റെ എണ്ണം എത്രയാണ്? L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് മെസ്സേജ് 1 2 3 4 5. അപ്പൊ L എന്ന് വെച്ചാൽ 5. ഇവിടെ M എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. നമ്മൾ 2, 1, 2 ആണ്. അപ്പൊ അവിടെ നിന്ന് M കിട്ടും. M ന്റെ വാല്യൂ 2 ആയിരുന്നു. അപ്പൊ 5 + 2 = 7. അപ്പൊ 7 ലെവൽ വരെ നമ്മൾ വരയ്ക്കുക. 7 ലെവൽ വരെ എന്ന് വെച്ചാൽ 1 ഇതായിരുന്നു. നമ്മൾ 0 എന്ന് തുടങ്ങി, അത് കൂട്ടണ്ട. 0 എന്ന് തുടങ്ങി ആദ്യത്തെ 1 ലെവലായി, 2 ലെവലായി, 3ആയി, 4ആയി, 5ആയി, 6ആയി, 7ാമത്തെ ലെവൽ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. 7ാമത്തെ ലെവൽ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോ ട്രെല്ലിസിന്റെ ഡൗട്ട് വരുന്നത് ഏത് ലെവലിൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ട്രെല്ലിസിൽ ഡൗട്ട് വരുന്നത്. ട്രെല്ലിസിൽ ഡൗട്ട് ബാക്കിയൊക്കെ നമുക്ക് സെയിം ലോജിക്കാണ്. അപ്പൊ L + M ലെവൽ വരെ. L എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലെങ്ത് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ ആണ്. ലെങ്ത് ഓഫ് മെസ്സേജ് സിഗ്നൽ. M എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. M എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ ഇവിടെ 5 മെസ്സേജ് ബിറ്റിന്റെ എണ്ണം 5 പ്ലസ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, 5 + 2 = 7. നമുക്ക് 7ാമത്തെ ലെവൽ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് എൻകോഡ് ചെയ്ത് അയക്കുന്ന എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് അതുകൊണ്ട് പറയുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് എൻകോഡ് ചെയ്ത് ഓരോ മെസ്സേജ് അയക്കാൻ പറ്റുന്നെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 100. ജസ്റ്റ് ഞാൻ ഇത് ബാക്കി ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഒരു നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പൊ അത് എൻകോഡ് ചെയ്ത് അയക്കുന്നതാണ്. ഇതെല്ലാം എൻകോഡിംഗ് ടെക്നിക്കാണ് കേട്ടോ. നമ്മൾ എൻകോഡിംഗ് ആയിരുന്നു വെച്ചിട്ടായാലും എല്ലാം എൻകോഡിംഗ് ടെക്നിക്സ് ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ട്രെല്ലിസ് ഡയഗ്രാം ഈസ് ഓൾസോ ഫോർ എൻകോഡർ. അപ്പൊ നമ്മൾ അയക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. മെസ്സേജ് 10011. അപ്പൊ ഇത് ഞാൻ എൻകോഡ് ചെയ്ത് അയക്കുമ്പോൾ എൻകോഡഡ് ബിറ്റ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഒരു മെസ്സേജ് വരും, അതിനെ എൻകോഡ് ചെയ്ത് കുറെ കൂടെ ബിറ്റ് കൂട്ടി റിഡൻഡന്റ് ആഡ് ചെയ്താണ് എൻകോഡ് ചെയ്ത് അയക്കുന്നത്. അപ്പൊ 10011 അയക്കുമ്പോൾ എങ്ങനെ കിട്ടും നോക്കാം. നമ്മൾ ട്രീയിൽ അത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. ട്രെയിലൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ട്രെയില് അപ്പൊ അത് പഴയ വീഡിയോ നോക്കുക. ട്രെയില് നമ്മളിങ്ങനെ പാത്ത് ഈ പറഞ്ഞു 1 വന്നപ്പോൾ 1 വരുമ്പോൾ താഴോട്ട് പോയി, 0 വന്നപ്പോൾ മേലോട്ട്, ആ രീതിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. ട്രീയുടെ കേസ് 1 വന്നപ്പോൾ താഴോട്ട്, 0 വന്നപ്പോൾ മേലെ. അപ്പൊ 101 എന്ന് പറയുമ്പോൾ ആദ്യത്തെ താഴോട്ട് വരും. ഓർമ്മയില്ലേ? പഴയത് വീഡിയോ നോക്കുക. അപ്പൊ 1 വന്നപ്പോൾ താഴെ ഇവിടെ വന്നു. ഏത് ഔട്ട്പുട്ട് ആണുള്ളതെന്ന് വെച്ച് ആ ഔട്ട്പുട്ട് എഴുതി. ആ രീതിയിലാണല്ലോ കോഡ് ട്രീയിൽ പോയത്. ഇവിടെ അത് തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്.
ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ 100 100 1 1. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയാണ്. ഓക്കെ, അപ്പൊ ആ പാത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം, അതാണ് നിങ്ങൾ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോ 1 ആദ്യം 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഏത് പാത്താണ്? 0ക്ക് സോളിഡ് പാത്തും 1ന് ഡോട്ടഡ് ആണ്. അപ്പൊ ആദ്യം 1 വന്നു. അപ്പൊ ആദ്യത്തെ പാത്ത് ഇത്. ഓക്കെ, ഫസ്റ്റ് ആ ലെവൽ വരെ വെച്ച് നിർത്തണേ. ഫസ്റ്റ് ലെവൽ വരെ കൊണ്ട് നിർത്താവുള്ളൂ, അല്ലാതെ വിട്ടു പോകരുത്. നമ്മൾ ഫസ്റ്റ് ലെവൽ അറിയാം, ഇതിന്റെ നേരെ വരയ്ക്കുന്ന വരെയാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തത് ആ ലെവലില്. അപ്പൊ ഓരോ ലെവലും ഞാൻ പറഞ്ഞ കണക്ക് ചെറിയൊരു വര, അത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വരച്ചോണം. ചെറിയൊരു വര ഇങ്ങനെ വരച്ചിടണം എളുപ്പത്തിന് വേണ്ടി. അതാകുമ്പോൾ അത് എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഓരോ ലെവലിലും ഓരോ വര വരച്ചിട്ടുന്ന നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് അറിയാം. ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തെ 1 ആയപ്പോ ഡോട്ടഡ് ലൈൻ ഇവിടെ, ശരി, അവിടെ നിന്ന് ആദ്യത്തെ ബിറ്റിന്റെ എഫക്ട് ഒരു ലെവലായപ്പോ ആദ്യത്തെ എഫക്ട് കിട്ടും. രണ്ടാമത് 0 ആകുമ്പോ ഇത്. മൂന്നാമത് വീണ്ടും 0 ആകുമ്പോ ഏതാണ്? സോളിഡ് ലൈൻ ആണ്. നാലാമത് 1 ആകുമ്പോ ഏതാണ്? ഡോട്ടഡ് ലൈൻ ആണ്. അഞ്ചാമത് ഏതാണ്? വീണ്ടും 1 ആണ്. അപ്പൊ എന്താണ്? ഡോട്ടഡ് ലൈൻ ആണ്. ഓക്കെ, ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താക്കത്തില്ല. നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞ അതേ പ്രശ്നം ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ബിറ്റ്സ് എഴുതാം. രണ്ട് രീതിയിലാണ് ചിന്തിക്കാം. ആ രണ്ട് രീതി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് അപ്പൊ ലോജിക്ക് ഏതാണെന്ന് തോന്നുന്നത് അത് ചിന്തിക്കാം. അപ്പൊ ഞാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇത് എഴുതാം. പോകുന്ന ഔട്ട്പുട്ട് നോക്കുക. അപ്പൊ ആദ്യത്തത് 1 1, അടുത്തത് 1 0 1 1, 1 0, 1 1 1 0, അടുത്ത വീണ്ടും 1 1 1 1, അടുത്തത് 1 1. പോണ പാത്താണ് കേട്ടോ. ആദ്യം 1 1, പിന്നെ 1 0 വന്നു, പിന്നെ 1 1 വന്നു, പിന്നെ വീണ്ടും 1 1 വന്നു, പിന്നെ 0 1 വന്നു. ആണോ? ഏതെങ്കിലും മിസ്സായോ? 1 1 1 0 1 1 1 1 0 1 0 1. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്തിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് n×l+m ആണ് എൻകോഡഡ് ബിറ്റ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. n×l+m ആണ്. അപ്പൊ ഇവിടത്തെ കേസ് എത്രയാണ്? 5. 1 2 3 4 5. അപ്പോ 2 4 6 8 10. നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്താണ് 10 ബിറ്റ് ആണ് ഇവിടെ കിട്ടിയത്. നമുക്ക് മൊത്തം കിട്ടേണ്ടത് n×l+m ബിറ്റ്സ് ആണ് എൻകോഡഡ് ഔട്ട്പുട്ട് കിട്ടേണ്ട എല്ലാത്തിനും കേട്ടോ. ഇതുവരെ പഠിച്ചതിന് എല്ലാത്തിനും നമുക്ക് ഒറ്റ ഇക്വേഷൻ ഓർത്താൽ n×l+m ആണ് ഔട്ട്പുട്ട് എൻകോഡഡ് ബിറ്റ് കിട്ടേണ്ടത്. അപ്പൊ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ആണ് 2. ഇവിടെ ബിറ്റിന്റെ എണ്ണം 5. 5 + 2 7. അപ്പൊ ഞാൻ ഡയറക്റ്റ് 7 എഴുതാലോ. 14 ബിറ്റ് ആണ് ഇവിടെ കിട്ടേണ്ടത്. 14 ബിറ്റ് ആണ് ഇവിടെ കിട്ടേണ്ടത്. കോഡ് ട്രീലൊക്കെ പറഞ്ഞ അതേ ലോജിക്കാണ്. അത് പഠിച്ചവർക്ക് ഇത്ര എക്സ്പ്ലനേഷന്റെ ആവശ്യം പോലും ഇല്ല. അപ്പോ 14 കിട്ടണം. പക്ഷെ നമുക്ക് 10 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി 4 വേണം. നമുക്കറിയാം ഒരു പാത്തില് 2 ഔട്ട്പുട്ട് കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു പാത്തിൽ 2 ഔട്ട്പുട്ട്, 2 ബിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. അടുത്ത പാത്തിൽ 1 0 2 ബിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് കിട്ടിയത്. അപ്പൊ 4 ബിറ്റ് കിട്ടണമെങ്കിൽ 2 പാത്തും കൂടെ വേണം. പക്ഷെ നമ്മുടെ ഇൻപുട്ട് തന്നിടത്ത് വെച്ച് ഇൻപുട്ട് ഇത് വെച്ച് തീർന്നു പോയി. ഇവിടം വെച്ച് ഇൻപുട്ട് നമുക്ക് തീർന്നു പോയി അല്ലെ, ഈ ഒരു പോയിന്റ് വെച്ച്. അപ്പൊ ഇനി 2 കൂടെ വേണം. ഇൻപുട്ട് ഒന്നുമില്ല എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? 0. ഒന്നുമില്ല എന്ന് വെച്ചാൽ 0. അപ്പൊ നമ്മൾ 2 0 ആണെന്ന് അസ്യൂം ചെയ്ത് വരയ്ക്കണം. എങ്കിലല്ലേ നമുക്ക് 2 ബിറ്റും കൂടെ കിട്ടും. 14 കിട്ടണമെങ്കിൽ 4 ബിറ്റ് കിട്ടണം. 4 ബിറ്റ് കിട്ടണമെങ്കിൽ 2 പാത്ത് വേണം. അപ്പൊ 2 പാത്ത് വേണം. പക്ഷെ ഇവിടെ ഈ പോയിന്റിൽ എത്തിയപ്പോ മെസ്സേജ് തീർന്നു പോയി. എന്ത് ചെയ്യും? 2 പാത്തും കൂടെ വേണം.
എങ്കിലല്ലേ 4 ബിറ്റ് കിട്ടും. അതെന്തായിട്ട് അസ്യൂം ചെയ്യണം? 0. ഒന്നുമില്ല എന്ന് വെച്ചാൽ ഇത് 0. അപ്പൊ 2 0 എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യണം. അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം ഒരു അടുത്ത 0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 0 ആകുമ്പോൾ സോളിഡ് പാത്ത് ഇത് വഴി പോകും. അത് കഴിഞ്ഞ് വീണ്ടും 0 ആണ് സോളിഡ് പാത്ത് ഇതുവഴി ഇങ്ങനെ പോകും. അപ്പൊ ആ ബിറ്റും കൂടെ എഴുതുക. അപ്പൊ അവിടെ നമ്മൾ കണ്ട 2 ബിറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? 0 1 ഏതാണ്? ഇത് 0 1 അതേപോലെ ഈ 1 1 1. അപ്പൊ അതുകൂടെ എഴുതുക. 0 1 ഈ 1 1. സോ ദിസ് ഈസ് ദി എൻകോഡഡ് സിഗ്നൽ അല്ലെങ്കിൽ എൻകോഡഡ് കോഡ് വേർഡ് ഫോർ ദിസ് മെസ്സേജ് 10011ന്റെ എൻകോഡഡ് ഇത് തന്നെയാണ്. ഇപ്പൊ എക്സാമിന് അഥവാ ട്രെല്ലിസ് തന്നിട്ട് ബിറ്റ് ഒന്നും തന്നിട്ടില്ല, ഇൻപുട്ട് ഒന്നും തന്നിട്ടില്ല, ട്രെല്ലിസ് വെച്ച് ചെയ്യാൻ പറഞ്ഞെന്ന് വെക്കുക. ഏതെങ്കിലും കൺവല്യൂഷൻ എൻകോഡ് തന്നു, എന്ത് ചെയ്യണം? നമ്മളൊരു ലെറ്റ് ദിസ് ബി ദി ഇൻപുട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇന്നതാണ് ഇന്ന ഇൻപുട്ടിനുള്ള ട്രെല്ലിസ് ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞത് 14 ആവണമെങ്കിൽ 2 രീതിയിൽ ആലോചിക്കാം. ഒന്ന് ഞാൻ ഈ പറഞ്ഞ മെയിനായിട്ട് ഇത് തന്നെയാണ് ആലോചിക്കേണ്ടത്. കാരണം എല്ലായ്പ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. 10 ബിറ്റേ കിട്ടൂ. നമ്മൾ 4 എണ്ണം കിട്ടാൻ വേണ്ടി 2 എണ്ണം 0 അസ്യൂം ചെയ്ത് 2 പാത്തും കൂടെ എടുക്കും. കോഡ് ട്രീയിലും സെയിം രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ ഇത് തന്നെയാണ് ഓർക്കാൻ എളുപ്പം. ഇനി വേറൊരു രീതി ഞാൻ പറഞ്ഞത്, നേരത്തെ മെസ്സേജ് വിട്ട് 5ാമത്തെ ലെവലിൽ വെച്ച് തീർന്നു പോയി. പക്ഷെ നമുക്ക് മൊത്തം എത്ര ലെവലുണ്ട്? 2 ലെവലും കൂടെ ഉണ്ട്. 6 2 ലെവലും കൂടെ പോയാലേ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അല്ലെ 5 വരെ പോരാ, നമുക്ക് 7 വരെ പോകണം. എന്ത് ചെയ്യുക? ആ 2 ലെവല് ഒന്നുമില്ലല്ലോ, പക്ഷെ ഇൻപുട്ട് തീർന്നു പോയി. അപ്പൊ 2 ലെവലും കൂടെ 0 എടുക്കുക. അപ്പൊ ആദ്യത്തെ 0 ഒരു 0 എടുത്തപ്പോൾ അടുത്ത ലെവലിൽ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ദിസ് ഈസ് ദി മെത്തേഡ് ഫോർ ട്രെല്ലിസ്. ഡയഗ്രാം വെച്ചിട്ട് എൻകോഡ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അത്രേ ഉള്ളൂ. ഇനി ഈ ട്രെല്ലിസ് നല്ല രീതിയിൽ നോക്കുക. ഇത് വെച്ചിട്ടാണ് ഇനി അടുത്ത ഡീകോഡിങ്, വിക്ടർ ബി ഡീകോഡിങ് ചെയ്യുന്നത്.